ആ മങ്ങിയ ഉച്ചവെയിലിൽ ഫെബ്രുവരിയുടെ ശീതക്കാറ്റിൽ കുളിർന്ന മൊട്ടത്തലയുമായി ഞാൻ പൂത്ത ഒരു മരത്തെ നോക്കി വഴിവക്കിൽ നിന്നു. വസന്തം ക്ഷണികമാണല്ലോ എന്നോർത്തപ്പോൾ മരത്തോട് ക്രോധവും അടുത്ത ജന്മത്തിൽ മരമായാലോ എന്നോർത്ത് വിദ്വേഷവും തോന്നി. എങ്കിൽ എന്തൊരു ദുരന്തമായിരിക്കും! ആരെങ്കിലുമൊക്കെ ശിഖരമൊടിക്കും. മരം കൊത്തികളും ഇത്തിൽ കണ്ണികളും വേദനിപ്പിക്കും. പക ഉള്ളിലടക്കേണ്ടി വരും. ഞാനൊരു വൃക്ഷമായാൽ ശപിച്ചുകൊണ്ട് പുഷ്പിക്കുകയും വാശിയോടെ ഇല കൊഴിക്കുകയും ചെയ്യും. എൻ്റെ പൂക്കളിൽ വിഷം നിറയ്ക്കും. അത് കുടിച്ച് വണ്ടുകളും ശലഭങ്ങളും കരിയിലകൾക്കൊപ്പം അടർന്നു വീഴും. അടുത്ത ജന്മത്തിലും ഞാൻ എല്ലാറ്റിനെയും നശിപ്പിക്കും. സ്നേഹമില്ലാതെ തന്നെ സ്വീകരിച്ച ഭർത്താവിനെ ഓർത്ത് അവളുടെ ചിന്തകളിൽ മിന്നൽ പിണറുകൾ പാഞ്ഞു. KR മീര എഴുതിയ മീരാ സാധു. കൃഷ്ണനോടുള്ള അഗാധമായ ഭക്തി, ആത്മീയ ദർശനം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും മീരാ സാധുവിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് പരമ്പരാഗത അതിരുകളെയും സമ്മർദ്ദങ്ങളെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് ഒരു സ്ത്രീ എടുക്കുന്ന തീരുമാനങ്ങളിലാണ്.